നമ്മളിപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് നമ്മളെന്തായാലും സ്വർഗത്തിലാണല്ലോ. പിന്നെ ഓരോരുത്തരെ നോക്കുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ ഒരു നിലക്കും പോവില്ല. കുഞ്ഞഹമ്മദ് സ്വർഗത്തേക്കുള്ള സാധ്യതയേ ഇല്ല. ഗഫൂർ ഒരമ്മനെ തച്ചില്ല, പിന്നെ എങ്ങനെ പോവാ? പിന്നെ ഇപ്പൊ ആരാ ഉള്ളത്? പിന്നെ സത്താർ അറബിനെ പറ്റിച്ചു പോകുന്നതല്ലേ മുമ്പ്. പിന്നെ ആരാ പോകാനുള്ളത്? ബഹുമാനപ്പെട്ട ഞാനവർകൾ ഒരാരാ പോകാനുള്ളത്? ഇതൊക്കെ അറിയാം നമ്മളെ കൽബ്. നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയാണ് നമ്മളെ കൽബ് ഉണ്ടായത്. പക്ഷെ സ്വഹാബത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത, ഓൽക്ക് വേറെയുള്ള ആരെ കാര്യത്തിലും പേടിയില്ല, ഓൽക്ക് ഓല കാര്യത്തിലെ പേടി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞ ആരാ? ഉമറെ, നിങ്ങൾക്ക് സ്വർഗണ്ട് എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ നബിയാണല്ലോ സ്വർഗണ്ട് എന്ന് തന്നെ പറഞ്ഞ ആള്. സ്വർഗണ്ട് എന്ന് വേറൊരാളും, ഉമറെ നിങ്ങൾക്ക് സ്വർഗണ്ട് എന്ന് വേറൊരാളും പറഞ്ഞല്ല. സ്വർഗമുണ്ടെന്ന് ആരാണോ പറഞ്ഞത് ആ ആള് തന്നെയാണ് ഉമറും ഫിൽ ജന്ന, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരാളാണ്. ബിമുഹമ്മദിൽ മുഖ്താരി യാ മൗലായി ഖൈരിൽ അനാമി വസയ്യിദി ശുഫാഇ വബിസയ്യിദി സിദ്ദീഖി സുമ്മ ബിസയ്യിദി സൗജിൽ وبسيد الصديق ثم بسيد عمر المفدى ثاني الخلفاء. ഞാന് നല്ല മിഞ്ഞാന്ന് പൊന്മള ഫരീദ് ഉസ്താദിന്റെ ആണ്ട് നേർച്ചയായിരുന്നു. അപ്പോ അനുസ്മരണ പ്രഭാഷണത്തിന് പോയി. പൊന്മള ഫരീദ് ഉസ്താദ് സുയൂഫുൻ നസ്ർ എന്ന് പറഞ്ഞ ഈ ബൈത്ത്, ബദർ ബൈത്ത് എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു എന്നാണ്. പൊന്മള ഫരീദ് ഉസ്താദിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് ഇപ്പൊ ഓർമ്മ വരാണ്ടായ കാരണം. എല്ലാ റബീഉൽ അവ്വൽ 12 സുബ്ഹിയുടെ മൗലിദിനും പുതിയ തുണിയും കുപ്പായം ധരിക്കുമായിരുന്നു എന്നതാണ്. ആശിഖിന്റെ നാവിന് അസർ കൂടുതലായിരിക്കും. ആശിഖിന്റെ നാവിന് അസർ കൂടുതലായിരിക്കും. അതാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനിയോട് ദുആ ചെയ്യാൻ, വസിയത്ത് ചെയ്യാനുണ്ടായ കാരണം. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു താബിഈയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വസിയത്തായിട്ട് ഏൽപ്പിച്ചു. ഉമറെ, നിങ്ങളുടെ ഭരണകാലത്ത് ഖറൻ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന ഒരാളുണ്ടാവും. അയാളെ കൊണ്ട് ദുആ ചെയ്യിക്കണേ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു. എന്താ ഉവൈസുൽ ഖർനിയുടെ പ്രത്യേകത? ആശിഖാൻ. ആശിഖിന്റെ നാവിന് അസർ ഉണ്ടാകുമെന്നാണ്. പൊന്മള ഫരീദ് ഉസ്താദിന്റെ മുഷാവറ മെമ്പറാണ്. പൊന്മള ഫരീദ് ഉസ്താദ് നിങ്ങളൊക്കെ അറിയാലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്നു പൊന്മള ഫരീദ് ഉസ്താദ്. ഒരുപാട് ശിഷ്യന്മാർക്ക് ദർസ് നടത്തിയ വലിയ മുദരിസ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ദർസിലുള്ള ആളുകളുടെ സംഘം വരുന്നു. ഒരു ഓഡിറ്റോറിയം നിറയെ മുത്തല്ലിമീങ്ങളുണ്ട്. ഇന്നും വളരെ ഉഷാറായിട്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ മുദരിസാണ്. അദ്ദേഹത്തിന് ഇന്ന് ഇൽമു പഠിച്ചിട്ടുള്ള പലരും മുദരിസുമാരാണ്. ഇൽമിന് ഖിദ്മത്തെടുത്ത വലിയൊരു മനുഷ്യൻ. അതിപ്പോ ഞാൻ സമസ്തയിലെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ മനുഷ്യന്മാരെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മള് മരിക്കുമ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി വരക്കുന്ന ആൾക്കാരാണല്ലോ. അള്ളാഹു പരിപൂർണ ഈമാനോടുകൂടെ മൗത്താവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്തായ ഒരാളുണ്ട്. നമ്മൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആഗ്രഹിക്കുന്നത്. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്തായ ഒരാളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി ഉസ്താദ്, ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് വഫാത്താവുന്നത്. അപ്പൊ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഫരീദ് ഉസ്താദിനെ കുറിച്ച് പറയാനുള്ള കാരണം, റബീഉൽ അവ്വൽ 12 സുബ്ഹിയുടെ മൗലിദിന് പോകുമ്പോ പുതിയ തുണിയും കുപ്പായം ധരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനവറുകളുടെ താരീഖിലുണ്ട്. അപ്പൊ അതിനോട് അത്രയും വലിയ മഹബത്ത്. അതുകൊണ്ട് തന്നെ നാവിന് വലിയ അസറാണ്. ആശിഖുകളുടെ നാവിന് വലിയ അസർ ഉണ്ടായിരിക്കും. അപ്പോ എന്താ ഇപ്പൊ പറയാൻ കാരണം എന്നറിയില്ല. എന്തായാലും ഉമർ ഖത്താബ് എന്താ ഇപ്പൊ പറയാൻ പോയ നമ്മള് മുനാഫിഖ് ബെയ്ത്തല്ലേ?
ആ ബൈത്ത് കിട്ടാതായപ്പോ പരിസ്ഥിതിനെ ഓർമ്മ വന്നതാ. അങ്ങനെ ചിലത് കിട്ടിയാലാണ് ആളെ ഓർമ്മ വരിക, ചിലത് കിട്ടാഞ്ഞ ഓർമ്മ വരും. ബിമുഹമ്മദിൽ മുഖ്താരി യാ മൗലായി ഖൈരിൽ അനാമി വസയ്യിദി ശുഫാഇ وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء وبسيدي عثمان ثم بسيدي زوج البطول علي ذي الهيجاء وبطلحة ثم الزبير وسعيدهم ذي المجد والآلاء وبابن عوف من سما فالك العلا وأبي عبيدة سيد الأمناء أمن علي بتوبة مقبولة تمحو بها عني عظيم خطائي هم أهل بدر لا يضام محبهم فبحقهم اقبل جميع دعائي. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാരാണ്. ആൾക്കാർ ഈ 10 ആൾക്കാർക്ക് സ്വർഗമുണ്ട് എന്ന് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരോട്ടൊന്നല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എത്ര പ്രാവശ്യം പറഞ്ഞത്? ഒരിക്കൽ മുസ്തഫ നബി തങ്ങൾ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹാബ, സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ 8ഉം കൂടി ആർക്കേലും തുറക്കു ചോദിച്ചു. ആന്ന് പറഞ്ഞു. ആർക്കാ ചോദിച്ചു? നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞു. അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മൂപ്പര കാര്യത്തിലാണ് പേടി ഉണ്ടായത്. ആ വർത്താനൊക്കെ നമ്മളോടാ പറഞ്ഞേക്കണേ വെച്ചാൽ എന്തേക്കാര അവസ്ഥ. നമ്മളാണ് ഇപ്പൊ മിറാജിന് പോയി വന്നതെന്ന് വിചാരിച്ചു നോക്കാണ്. 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയത് ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല. 20 കൊല്ലം മുമ്പ് പോയതാണ് ഹജ്ജിന്. ഇപ്പോഴും വർത്താനം തുടങ്ങിയാല് അബൂജാലിന്റെ കക്കൂസിന്റെ അവിടെ നിന്നാ തുടങ്ങുന്ന വർത്താനം. ഉമ്മറൊക്കെ വന്നപ്പോ ഒരു പാകിസ്ഥാനി ഒരു പോലീസുകാരനോട് അബൂജാലിന്റെ കക്കൂസ് ചോദിക്കുന്നുണ്ട്. ഓർക്ക് എന്താ അബൂജാലിന്റെ കക്കൂസ്? അപ്പൊ അങ്ങനെ എന്തായാലും ആട്ടെ. ഈ പ്രാവശ്യത്തെ മദീനയിലെ അനുഭവത്തിൽ ഏറ്റവും മനസ്സ് തട്ടിയൊരു സംഭവം ഉണ്ടായി. പിന്നെ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം കണ്ടു. മദീനയിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു തോട്ടമുണ്ട്, ഒരു ഈത്തപ്പനത്തോട്ടം. മുബരെ പേരിലുള്ള തോട്ടാണ് എന്നേ ഉള്ളൂ. ആ ഈത്തപ്പന ഉണ്ടാവില്ല, കാരണം ഈത്തപ്പന മരങ്ങൾക്ക് 150 വർഷ കാലാവധി ഉള്ളൂ എന്നാണ്. സൽമാനുൽ ഫാരിസി പേർഷ്യക്കാരനായ അടിമയാണ്. ലോക ചരിത്രത്തിലെ വിപ്ലവം സൃഷ്ടിച്ചത് 2 അടിമകളാണ്. ഒന്നൊരു കറുത്തടിമയും ഒന്നൊരു വെളുത്തടിമയും. കറുത്ത അടിമ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. വെളുത്ത അടിമയാണ് സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അപ്പൊ സൽമാൻ ഫാരിസി പേർഷ്യയിൽ നിന്ന് പ്രഭു കുടുംബാണ്, രാജകുടുംബാണ്. അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ട് വരികയാണ്. അവിടെ പേർഷ്യക്കാര് തീ ആരാധിക്കുന്ന ആൾക്കാരാണ്, അഗ്നി ആരാധകരാണ്. അപ്പൊ സൽമാൻ അതിൽ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ രാജാവ് അതറിഞ്ഞു, ജയിലിലടച്ചു. അങ്ങനെ മോചിതനായി. ദീർഘമായ താരീഖാണ്. അവിടുന്ന് ഇങ്ങനെ വരുമ്പോ വഴിയില് അടിമയായി. കുറെ പുരോഹിതന്മാരെ കണ്ടു, അവരിന്നൊക്കെ പഠിച്ചു. അങ്ങനെ പോന്ന് കുറെ കാലം 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 200 വർഷം കുറെ കാലം ജീവിച്ച് അതിന്റെ ഇടയിൽ അടിമയായി. അങ്ങനെ അടിമയായിട്ടാണ് മദീനയിൽ വരുന്നത്. മദീനയിൽ വരുമ്പോ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിലെ അടിമയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ സൽമാനുൽ ഫാരിസി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം മുൻകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച 3 അടയാളങ്ങൾ ഉണ്ടായിരുന്നു.
ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ഭക്ഷിക്കുകയില്ല. നബി തങ്ങൾ സ്വതക്ക തിന്നുമായിരുന്നില്ല, ഹദിയ തിന്നും. ഒന്ന് സ്വതക്ക ഭക്ഷിക്കൂല, രണ്ട് ഹദിയ ഭക്ഷിക്കും. ഇതാണ് രണ്ട് തെളിവ്.